We wish you a Merry Christmas and a Happy New Year. നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസിൻ്റെ കുറച്ച് ഹൈലൈറ്റുകളാണ്. ഒരു മാസം മുമ്പ് ഞാനിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ക്രിസ്മസ് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നത്. അതിൽ ഞാനൊരു റെഡ് ബെഡ്ഷീറ്റ് കാണിച്ചിരുന്നു. ഈ റെഡ് ബെഡ്ഷീറ്റ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ശാപമോഷം കിട്ടുന്ന ഒരു ഷീറ്റാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ പവലിയനിൽ കൽക്കട്ടയിൽ നിന്ന് വന്നിട്ട് ബെഡ്ഷീറ്റ്സ് വിൽക്കുന്ന ഒരാളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത കോട്ടൺ ഷീറ്റുകളാണ് അയാൾ വിൽക്കുന്നത്. നല്ല ന്യൂട്രൽ കളേഴ്സ് വേറെ ഒരുപാടുണ്ട്. അപ്പം റെഡ് കണ്ടതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങി വെച്ചിരുന്ന ഷീറ്റാണിത്. കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം മകനെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡ് കളറിലെ സിംഗിൾ ഷീറ്റൊക്കെ ഇട്ട് ലിവിങ് റൂമിലെ ഡേ ബെഡും കുറച്ച് ക്രിസ്മസി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം കൂടി ഞാനൊന്ന് മോളിൽ പോയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം വീണ്ടും നല്ലതുപോലെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വലിയ ജയൻ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ പോയപ്പോൾ അഹന എന്നെക്കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ് ഈ കുംഫു പാൻഡ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ടി വിയിൽ ഇത് വരും, അമ്മ അത് വേണം അത് വേണം. അങ്ങനെ ഒടുവിൽ ഞാൻ വാങ്ങിക്കൊടുത്തു. വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരും. അതാണ്ട് ടി വിയിൽ എൻ്റെ കുംഫു പാൻഡ വന്നു എന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ട് അതും വെച്ചിട്ട് എന്തൊക്കെയോ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ചു. ഞാൻ വിചാരിച്ചു ഇത് വല്ല ഗെയിമോ മറ്റോ ആയിരിക്കുമെന്ന്. യാതൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് മോൾഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് വളരെ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രം അതിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ക്രിസ്മസ് ഷേപ്പിലുള്ള ചോക്ലേറ്റും പിന്നെ മെറി ക്രിസ്മസ് എന്നകത്ത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ചോക്ലേറ്റ് എടുക്കുമ്പോൾ. ഈ ചോക്ലേറ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ചോക്ലേറ്റ്സ് കാണുന്നില്ല. പിന്നീടാണ് അഹന കുംഫു പാൻഡ ഓൾറെഡി അതൊക്കെ തുറന്നിട്ട് കഴിച്ച കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ഡോറും ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിയ സാധനങ്ങളും കൂടെ ഞാൻ ഇപ്രാവശ്യത്തെ കളക്ഷനിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. വലിയ പൈസയൊന്നുമില്ല, വളരെ ചെറിയ പൈസയാണ്. ഈ ചെറിയ ഹാങ്ങിങ്സിനൊക്കെ അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ക്രിസ്മസ് സോഫ്റ്റ് ടോയ് ആണ്. ഒരു സാന്റാ ക്ലോസ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ മുതൽ അഹനയ്ക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞിട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്മസ് ട്രീ ഞാൻ അന്ന് പറഞ്ഞതുപോലെ വലിയൊരു ക്രിസ്മസ് ട്രീ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഇല്ല. വേണമെങ്കിൽ അവിടെ ഒരു 6 ഫീറ്റ് അല്ലെങ്കിൽ 8 ഫീറ്റ് ഒക്കെ വാങ്ങി വെക്കാം. പക്ഷെ അത് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഓർത്തിട്ടാണ് ഇപ്പോൾ അത് വാങ്ങാത്തത്. വളരെ സ്മോൾ ടൈനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനൊരു ക്രിസ്മസ് ട്രീ ആണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. എൻ്റെ ഈ ഫ്ലാറ്റിൽ ക്രിസ്മസ് സ്റ്റാർ അങ്ങനെ തൂക്കിയിടാനൊരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റാറാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത് ഭയങ്കര സൗകര്യമാണ്. നമുക്കതിൽ തന്നെ സ്റ്റാൻഡിൽ ഇട്ട് വെച്ചിട്ട് ലൈറ്റ് ഇട്ടാൽ മാത്രം മതി. ഓരോ വർഷം കഴിയുമ്പോഴും ഞാനതിൻ്റെ പാക്കറ്റിൽ എടുത്ത് വെക്കും. ക്രിസ്മസ് ആകുമ്പോൾ പുറത്തെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ അഹനയാണ് ഇതെല്ലാം പറക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ഇടപെടാനേ പോയില്ല. തന്നെത്താനെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ടി വിയുടെ സ്റ്റാൻഡിലൊക്കെ കൊണ്ടുവച്ചേക്കുന്ന അഹനയാണ്. ഇതെൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ എംബ്രോയിഡറി ചെയ്ത ടേബിൾ ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇഷ്ടം കൂടുതലാണ്. ക്രിസ്മസ് ആകുമ്പോൾ അതെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിരിച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് രാത്രി വൈകിട്ടാണ് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് കിടക്കാൻ പോയത്. ആ സമയം കൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു. അഹന കിടക്കുന്നതിന് മുമ്പ് ഓടി വന്നിട്ട് കുറച്ച് കുക്കീസ് ഒരു പാത്രത്തിൽ അതിൻ്റെ താഴെ ചോക്ലേറ്റ് ഒക്കെ വെച്ചു. ക്രിസ്മസ് ഫാദറിനെ കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അഹന ഉറങ്ങിയതിന് ശേഷമാണ് ക്രിസ്മസ് ഗിഫ്റ്റുകൾ ഞാനൊരു ബാഗിലാക്കിയിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്ന് അടച്ചു വെച്ചു, പെട്ടെന്ന് വരുമ്പോൾ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എല്ലാ സെലിബ്രേഷൻസിന് മുമ്പും നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. അങ്ങനെ പ്രിപ്പറേഷൻ നടത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷൻസിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ടേബിളും ഞാനൊന്ന് സെറ്റ് ചെയ്തിടാൻ ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസ് തീമിലുള്ള കുറച്ച് പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. വർഷത്തിൽ ഇതുപോലെ തന്നെ ശാപമോഷം കിട്ടുന്ന ടൈമാണ്. അന്നെങ്കിലും അത് പുറത്തെടുത്തില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മൾ പുറത്തെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ക്രിസ്മസിന് കഴിക്കുന്നത്. കുറച്ച് പാടാണ് തിരിച്ചിതെല്ലാം എടുത്തു വെക്കാനും. എന്നാലും സാരമില്ല, ഭയങ്കര ഒരു സന്തോഷമാണ്.
രാവിലെ ഒരു ഗ്ലാസ് ചായയിൽ നിന്നങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തായാലും കഴിക്കുകയുള്ളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആനോ. ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് രാവിലെ ഗിഫ്റ്റ് വല്ലതും വരുന്നതാണോ? ഒറ്റ വിളിയിൽ തന്നെ അഹന എഴുന്നേറ്റ് കേട്ടോ. സാധാരണഗതിയിൽ ഞാൻ കുറേ വിളിച്ചാൽ മാത്രമേ രാവിലെ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ് അഹന. ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് അഹനയ്ക്ക് അറിയേണ്ടിയിരുന്നത് ക്രിസ്മസ് ഫാദർ കുക്കിയൊക്കെ കഴിച്ചോ എന്നാണ്. ഞാൻ രാവിലെ തന്നെ അതിൽ നിന്ന് 3-4 കുക്കീസ് എടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ വന്ന് കഴിച്ചു എന്നാണ് അഹന പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അവളുടെ അച്ഛനെ വിളിക്കാൻ ഓടിയിരിക്കുവാണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബാഗിൽ ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു ചോക്ലേറ്റ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ പ്രാവശ്യം സെയിം ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഹന പറയുവാണ്, ഈ ചോക്ലേറ്റ് നമ്മൾ കടയിൽ കണ്ടതാണല്ലോ അമ്മേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്മസ് ഫാദറിന് ഇങ്ങനെ എല്ലാം കൂടെ ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് ലോക്കൽ പർച്ചേസാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ കുറച്ച് തരികിട ഗിഫ്റ്റ്സൊക്കെ വെച്ച് അഹനേനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കറും. അഹനയുടെ ഇഷ്ടപ്പെട്ടൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് പാപ്പട്രോൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കപ്പും മിൽക്ക് ചോക്ലേറ്റും ഉണ്ട്. ഇത് കൂടാതെ 2 സോഫ്റ്റ് ടോയും കൂടിയുണ്ട്. അത് ഞാൻ വാങ്ങി വെച്ചതല്ല, അവളുടെ ഫാദറിൻ്റെ വകയാണ്. ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ബ്ലൂയി എന്ന് പറയുന്ന ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങി വെച്ചത്. ഞങ്ങളെന്താണോ അവളോട് ചെയ്തത്, ഗിഫ്റ്റ് ഒന്നും കാണിക്കാതിരുന്നത്, അതുപോലെ തന്നെ 1 മാസമായിട്ട് ഒരു ബോക്സിൽ എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ഉണ്ടാക്കുന്നു, മാറ്റി വെക്കുന്നു, ഞങ്ങളെ കാണിച്ചു തരുത്തേയില്ലായിരുന്നു. എന്തിനാണെന്ന് പറയുമായിരുന്നു. അതായത് ക്രിസ്മസിന് അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ്. കുറേ എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് ഞങ്ങൾക്ക് തരുവാണ്. ഇതിപ്പോൾ എനിക്ക് തന്നതാണ് ഫസ്റ്റ്. ഒരു ക്രിസ്മസ് ബുക്ക് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് തന്നെത്താനെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ വരച്ച് ഏതോ ഒരു മാഗസീനിൽ നിന്ന് കുറേ പടമൊക്കെ തന്നെത്താനെ വെട്ടി അതിൽ പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കൊണ്ട് തന്നിരിക്കുകയാണ്. ഇവിടുന്നോ മെറി ക്രിസ്മസ് എന്നുള്ള ഒരു കട്ടിങ്ങും ഈ ബുക്കിൻ്റെ ഫ്രണ്ടിലും ലാസ്റ്റിലും വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അഹനയുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇതല്ലാതെ കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. എന്തൊക്കെയോ വരച്ചിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ ബുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ്. ഇത് എനിക്കുണ്ടാക്കി തന്ന ലാപ്ടോപ്പും അതിൻ്റെ മൗസുമാണ്. ഇത് ഫാദറിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന വാലറ്റാണ്. ഡാഡ് എന്നൊക്കെ 2 സൈഡിലും എഴുതി അതിൻ്റെ അകത്ത് പൈസ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതും എനിക്കുള്ളൊരു ഗിഫ്റ്റാണ്. ക്രിസ്മസ് ഫാദറും ക്രിസ്മസ് കാർഡെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചധികം സമയമായി, നല്ലപോലെ വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് പ്രധാനം. ഞങ്ങൾക്കും ക്രിസ്മസിൻ്റെ പരമ്പരാഗത വിഭവം തന്നെ അപ്പവും സ്റ്റൂ ആണ്. സ്റ്റൂ ഞാൻ മട്ടൺ സ്റ്റൂ ആണ് വെച്ചത്. കാരണം ഉച്ചയ്ക്ക് പരമ്പരാഗതമായ ലഞ്ച് ഞങ്ങൾക്കില്ല. കാരണം അങ്ങനൊരു ലഞ്ച് വെച്ചാൽ ഇവിടെ കഴിക്കാൻ ആൾ കുറവായതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. അതുകൊണ്ട് രാവിലെ മട്ടൺ സ്റ്റൂ ആക്കി. നിങ്ങളും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമെന്നറിയാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അഹന ക്രിസ്മസ് സാന്റ ചോക്ലേറ്റിൻ്റെ തല കടിച്ച് തിന്നു കഴിഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു ക്രിസ്മസ് വിശേഷങ്ങളായിരുന്നത്. അപ്പോൾ ആരെയും അധികം ബോറടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും എല്ലാവരും നല്ലതുപോലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. മറ്റൊരു വ്ളോഗ് അല്ലെങ്കിൽ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.